വിഭജികയും അതുല്യയും പോലെ പാതിയിൽ പൊലിഞ്ഞു പോകുന്ന പ്രവാസികളുണ്ട് നമുക്കിടയിൽ. വീട്ടിൽ മനസമാധാനമില്ലാതെ ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ പീഡനവും അകൽച്ചയും നേരിടുന്നവർ. ഇവർക്കെല്ലാം ഒരു അത്താണിയൊരുക്കുകയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. ശനിയാഴ്ചകളിൽ അസോസിയേഷനിൽ നടക്കുന്ന സെഷനിൽ നേരിട്ടെത്തി ഗാർഹിക തർക്കങ്ങളും സങ്കടങ്ങളും ബോധിപ്പിക്കാം. അസോസിയേഷൻ പ്രതിനിധികളും വിദഗ്ധ പാനലിലുള്ളവരും ഇരുഭാഗത്തെയും കേൾക്കും. ഷാർജയിലും കേരളത്തിലുമായി എന്ത് സഹായമാണ് പ്രശ്നപരിഹാരത്തിന് വേണ്ടതെന്ന് മനസ്സിലാക്കി അത് ഉറപ്പാക്കും. പ്രവാസികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ലക്ഷ്യം. റീച്ച്, ഇൻസ്പയർ, സപ്പോർട്ട് ആൻഡ് എംപവർ അഥവാ റൈസ് എന്ന പേരിലാണ് എല്ലാ ശനിയാഴ്ചകളിലും പരിപാടി. ആദ്യ സെഷനിൽ 14 കുടുംബങ്ങളെത്തിയതിൽ 2 പേർ കർണാടകത്തിൽ നിന്നുമായിരുന്നു. അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും വിവിധ മേഖലകളിലെ വിദഗ്ധരും പരിപാടിയിൽ പങ്കെടുത്തു. ഏതായാലും ഈ 14 കേസുകളും ഞങ്ങൾ നല്ലപോലെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ രജിസ്റ്റർ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റേതായ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഇതിൻ്റെ കൂടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ഈ കൗൺസിലേഴ്സിൻ്റെ കൂടെ അക്കമ്പനി ചെയ്തുകൊണ്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മളിപ്പം ഇത് ചെയ്യുന്നത്. നമ്മൾ അഡ്മിൻ ഡിപ്പാർട്ട്മെൻറ്റ് അതിനെ ഒരു സൊല്യൂഷൻ മേഖല, ഏതൊക്കെ മേഖലയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്, കൗൺസിലിറ്റിയാണോ അല്ലെങ്കിൽ ഇവിടുത്തെ വ്യവഹാര കേന്ദ്രങ്ങളെയാണോ, ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയാണോ, അല്ല നാട്ടിലെ ഗവൺമെൻറ്റിനെയാണോ. ഇപ്പോൾ കർണാടകയിൽ നിന്നുള്ള 2 കേസ് വന്നു. നമ്മൾ കർണാടകയിലെ കേസ് മലയാളികൾ മാത്രം, ഇപ്പോൾ കർണാടകയിൽ എത്തിയിരിക്കുന്നു ഈ മെസ്സേജ്. അപ്പോൾ ഇനി നമ്മൾക്ക് വേണ്ടത് ഇത് ഒന്ന് അറിയിക്കണം എല്ലാവർക്കും. ഇങ്ങനൊരു റൈസ് ഇവിടെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഈ റൈസിലൂടെ നമ്മളെ പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കേൾക്കാൻ കുറച്ച് ആൾക്കാരിവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ, വളരെ ഹൈലി കോൺഫിഡൻഷ്യലോടുകൂടി. ഇനി ആർക്കെങ്കിലും ഇവിടെ എത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി ഇതിനെ കേൾക്കാൻ തയ്യാറാണ് എന്നാണ് പറയാനുള്ളത്. നേരിട്ടെത്തി പരാതി നൽകാൻ കഴിയാത്തവർക്ക് 065610 എന്ന നമ്പറിൽ വിളിച്ചാൽ സേവനം ലഭ്യമാക്കും. പ്രവാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരിടമുണ്ടെന്നും വഞ്ചിക്കപ്പെടാതെ സഹായം ലഭ്യമാക്കുമെന്നുമാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഉറപ്പ്. മാതൃഭൂമി ന്യൂസ്, ഷാർജ.